പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 120-ാം സങ്കീർത്തനം 1-ാം വാക്യം. സാംസ് 120 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതം എന്നുള്ള തലക്കെട്ടിൽ വിശുദ്ധ വചനത്തിൽ ചേർത്തിരിക്കുന്നു. ഇതാ, യെരുശലേം ദൈവാലയത്തിലേക്ക് തങ്ങളുടെ പെരുന്നാളുകൾക്കായി കടന്നു പോകുമ്പോൾ പാടി സ്തോത്രം ചെയ്ത്, ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ആരാധനയോടുകൂടി കടന്നു പോകുന്ന ഗീതങ്ങളാണ് ആരോഹണ ഗീതം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഈ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ നോക്കിയാൽ വിവിധ ആളുകൾ രചിക്കപ്പെട്ടത് നാം കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ സങ്കീർത്തനമായ 120-ന്റെ 1-ാം വാക്യം ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടുവല്ലോ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ നാം ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും നോക്കുന്നതും എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ എൻ്റെ അറിവിൽ, എൻ്റെ പരിചയത്തിൽ ആരാണ് ഉള്ളത്. അത് രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സാമൂഹികമായി, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ എന്നെ ഈ കാര്യത്തിൽ ആർക്ക് സഹായിക്കാം. നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നു, ചിലരെ കൈകളിൽ കിട്ടുന്നു, ചിലർ വാഗ്ദാനം നൽകുന്നു, ചിലരെ കിട്ടാൻ നമ്മൾ പിന്നെയും പോകുന്നു എന്ന് വേണ്ട, ദിവസങ്ങൾ പിന്നിടുകയല്ലാതെ ഒരു ശാശ്വത പരിഹാരം ലഭിക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞ് നാം ക്ഷീണിച്ച് തളർന്ന് നിരാശയിലെത്തുമ്പോൾ എന്നാൽ പ്രാർത്ഥിച്ചേക്കാം, എന്നാൽ ഏതെങ്കിലും ദൈവദാസന്മാരോട് പറയാം, എന്നാൽ ആരാധനയ്ക്ക് പോകാം, കൂട്ടായ്മ കൂടാം. ഇതാണ് ഇന്നത്തെ ക്രൈസ്തവന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കഷ്ടതയും പ്രയാസവും കണ്ണുനീരും ഭാരവും മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര ഘനമേറിയവയായിക്കൊള്ളട്ടെ, എത്ര ലഘുവായിക്കൊള്ളട്ടെ, അവ തമ്പുരാന്റെ സന്നിധിയിൽ കൃത്യമായി പകരുക. നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ഏത് കാര്യം ആരോട് ആവശ്യപ്പെട്ടാലും എന്തെങ്കിലും നമ്മിൽ നിന്നൊന്ന് അവർ തിരിച്ച് പ്രതീക്ഷിക്കും. ഏകദേശം 1-2% മാത്രം ആളുകളെ പ്രതിഫലം അഥവാ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഞാനും നിങ്ങളും ഏത് സമയത്ത് ദൈവസന്നിധിയിൽ അടുത്തു ചെന്നാലും ഒരു നിബന്ധനയും കൂടാതെ എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീർ കാണുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, നിലവിളി ശ്രദ്ധിക്കുന്ന, യാചനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അതെ, പുത്രൻ മുഖാന്തരം പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ, അതെ, തൻ്റെ ശരീരമെന്ന തിരശീല കീറിയതിലൂടെ സമയഭേദം കൂടാതെ, കാലഭേദം കൂടാതെ, ലിംഗഭേദം കൂടാതെ ഏത് സമയത്തും കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും അനുവാദവും അവകാശവും അധികാരവും ലഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, താങ്കളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ,
ഏതുമായിക്കൊള്ളട്ടെ, നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ദുഷിയുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സാമ്പത്തിക ക്ലേശത്തിൻ്റെയും ഉപജീവന മാർഗ സംബന്ധമായ വിഷയത്തിൻ്റെയും മക്കളുടെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, നിലനിൽപ്പിൻ്റെ കാര്യം, നിയമസംബന്ധമായ കാര്യങ്ങൾ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിഷയമായി ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ അടുത്തു വരിക. നിശ്ചയമായും നമ്മുടെ വിഷയത്തിന് മറുപടി തരുവാൻ ദൈവം മതിയായവനാ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. അതെ, ഇന്ന് പകൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ വിഷയം ദൈവസന്നിധിയിൽ പങ്കുവെക്കുക. ഈ ലോക മനുഷ്യരുടെ അടുക്കൽ പങ്കുവെച്ചാൽ ആദ്യത്തെ ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കും, തിരക്കും, പിന്നീട് അത് വിസ്മൃതിയിലേക്ക് തള്ളിപ്പോകും. മാത്രമല്ല, പിന്നീട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവരൊക്കെ വിളിച്ചു പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്നോട് ഇന്ന ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് മനുഷ്യ സഹജമാ. എന്നാൽ നിന്ദിക്കാത്ത, കുത്താത്ത, പഴിക്കാത്ത, ദുഷിക്കാത്ത, ഒരു വിധത്തിലും നമ്മെക്കുറിച്ച് അപവാദം പറയാത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മോട് പറയുന്നു, മകനെ, മകളെ, നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ എന്നോട് പങ്കുവെക്കുക, ഞാൻ മറുപടി തരുവാൻ, ഉത്തരം നൽകുവാൻ മതിയായ ദൈവമാ. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, നിങ്ങളുടെ വിഷയം ഇറക്കി വെക്കുക. നിശ്ചയമായും ഉത്തരം ലഭിച്ചിരിക്കും. ഞാൻ അല്പം കൂടെ വചന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഏത് ചെറിയ പ്രാർത്ഥനയ്ക്കും, ഏത് ചെറിയ ഞരക്കത്തിനും, ഏതൊരു ചെറിയ ഹൃദയവേദനയ്ക്കും തമ്പുരാന്റെ അടുക്കൽ ഉത്തരമുണ്ട്, മറുപടി ഉണ്ട്. അതിനൊരു നീക്കുപോക്കുണ്ട് പ്രിയമുള്ളവരെ. ആകയാൽ ആ ഒരു വലിയ വിശ്വാസത്തോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ദിനമായി തീരട്ടെ. എൻ്റെയും നിങ്ങളുടെയും കഷ്ടതകൾ മാറ്റുവാൻ, വേദനകൾ മാറ്റുവാൻ, ഭാരങ്ങൾ മാറ്റുവാൻ, അതെ, ഒരിക്കലായി നിന്ന ചുമന്ന തൻ്റെ അടിപ്പിണരാൽ എനിക്ക് നിങ്ങൾക്കും സൗഖ്യം നൽകിയ ഈ സ്വർഗത്തിലെ ദൈവം ഇന്നേ ദിനം നിങ്ങളെ അനുഗ്രഹിച്ച് തൻ്റെ കൃപയാൽ നടത്തട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതയിൽ നിലവിളിക്കുവാൻ, സങ്കടപ്പെടുവാൻ, വിഷമം പറയുവാൻ ഞങ്ങൾക്ക് ഉയരത്തിലൊരു ദൈവമുണ്ടേ എന്നും ആ ദൈവം നിശ്ചയമായും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്, നിലവിളി കേട്ട് ഉത്തരം അരുളും എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമാക്കണമേ. അവരുടെ യാത്രകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗം ഏറ്റെടുക്കണം. സകലത്തിന്മേലും ദൈവകൃപ വ്യാപരിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിനം വിടുതലിന്റെ ദിനമാവട്ടെ, അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദിനമാവട്ടെ, ആ കേട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദിനമാവട്ടെ. അങ്ങനെ വിടുതലോടെ, സന്തോഷത്തോടെ, സ്തോത്രത്തോടെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.